ഇപ്പോൾ ചർച്ച മുഴുവൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം തന്നെയാണ്. അപ്പോൾ ഇതിൽ മന്ത്രിമാർ, അതായത് നിലവിലെ LDF മന്ത്രിമാരുടെ മണ്ഡലങ്ങളിലെ ഒരു വോട്ട് നില പരിശോധിക്കുമ്പോൾ നമ്മൾ ആദ്യം ഈ മുഹമ്മദ് റിയാസിന്റെ മണ്ഡലം ഒന്ന് പരിശോധിച്ചു നോക്കാം. കാരണം ജില്ല മുഖ്യമന്ത്രിയുടെ മരുമകനാണ്, മന്ത്രിയാണ്, മാത്രമല്ല റീലുകളിലൂടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ തട്ടകം ആര് കൊണ്ടുപോയി? തീർച്ചയായും മുഹമ്മദ് റിയാസ് കോഴിക്കോട് പ്രചരണത്തിനിറങ്ങിയ സ്ഥലങ്ങളിലെല്ലാം അതിദയനീയമായി CPM തോറ്റു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. കോഴിക്കോട് കോർപ്പറേഷൻ, അതായത് കോൺഗ്രസ് തരംഗം ആഞ്ഞടിക്കുന്ന സമയങ്ങളിലടക്കം കോഴിക്കോട് കോർപ്പറേഷൻ എന്നും ഇടതിനോട് ചേർന്നാണ് നിന്നത്. സാങ്കേതികമായി ഇത്തവണ അവർക്ക് അധികാരം കിട്ടിയിട്ടുണ്ട്, പക്ഷേ കേവല ഭൂരിപക്ഷം തേക്കാൻ കഴിഞ്ഞില്ല. അവിടെ CPM മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിച്ച CPM ജില്ലാ കമ്മിറ്റി അംഗം DYFIയുടെ മുൻ നേതാവ് കൂടിയായ CP മുസാഫിർ അഹമ്മദ്, മീൻചന്ത CPM പൊന്നാപുരം കോട്ട, അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ആര് മത്സരിച്ചാലും, അതായത് നമ്മൾ ഒരു നാട്ടുഭാഷയെ പറയുമ്പോൾ കുറ്റിച്ചൂല് കുത്തിയാലും ജയിക്കുന്ന സ്ഥലത്ത് അവിടുത്തെ ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവിനോട് അതിദയനീയമായി പരാജയപ്പെട്ടു. അതിന്റെ ഏറ്റവും ഒരു വിരോധാഭാസം എന്താ വെച്ചാൽ, ഈ മുസാഫിർ അഹമ്മദിനെ മേയറാക്കണം എന്ന് റിയാസിന്റെ ഒരു ആഗ്രഹമായിരുന്നു. കാരണം റിയാസ് ആണ് ഭരിക്കുക, മുസാഫിർ മേയറായി. അത് മാത്രമല്ല, റിയാസ് മുഴുവൻ വീടുകൾ കയറി പ്രചരണം നടത്തി. റിയാസിന്റെ മാനസപുത്രൻ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ റിയാസിന്റെ ജനങ്ങൾ തള്ളിക്കളങ്ങിയത് തുല്യാണ്. ഒന്ന്. രണ്ട്, കോഴിക്കോട് മേയർ, നിലവിലെ മേയർ ബീന ഫിലിപ്പ് അതിദയനീയമായി പരാജയപ്പെട്ടു. ബീന ഫിലിപ്പ് പരാജയപ്പെട്ട വാർഡിൽ ജയിച്ചത് BJP ആണ്. കോഴിക്കോട് BJP കോഴിക്കോട് നഗരമേഖല എടുത്ത് പരിശോധിക്കുമ്പോൾ, അതായത് റിയാസ് പ്രവർത്തന നടത്തിയ മേഖല പുതിയറ, മാവൂർ റോഡ്, പൊറ്റമ്മല് ഉൾപ്പെടെയുള്ള കോഴിക്കോടിന്റെ നഗരമേഖല മുഴുവൻ BJP ജയിച്ചു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അവിടെ കോൺഗ്രസ് കഴിഞ്ഞ തവണത്തിൽ നിന്ന് നില മെച്ചപ്പെടുത്തിയെന്ന് മാത്രം ബഹുദൂരം മുന്നോട്ട് പോയി. കോൺഗ്രസും CPM തമ്മിലുള്ള ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. മുഹമ്മദ് റിയാസ് പ്രചരണത്തിനെത്തിയ RMPയുടെ കോട്ട, അതായത് KK രമയുടെ എല്ലാം തട്ടകമായ ഒഞ്ചിയം പഞ്ചായത്ത് CPM നിലം തൊടാതെ തോറ്റു. തൊട്ടപ്പുറത്ത് ഏറാമല പഞ്ചായത്ത് CPM നിലം തൊടാതെ തോറ്റു. CPM പൊന്നാപുരം കോട്ടയായിരുന്ന ബാലുശ്ശേരി പഞ്ചായത്ത് CPM തോറ്റു. പേരാമ്പ്ര നിയോജകമണ്ഡലത്തിൽ ഷാഫി പറമ്പലിനെ ആക്രമിച്ചതിന് ശേഷം മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർ ഷാഫിക്കെതിരെ കുപ്രചരണം നടത്തിയ പേരാമ്പ്ര നിയോജകമണ്ഡലത്തിലെ ചക്കിട്ടപ്പാറ, കൂത്താളി, ചങ്ങരോത്ത്, പേരാമ്പ്ര ഈ പഞ്ചായത്തുകൾ അതിദയനീയമായി തോറ്റു. CPM മൃഗീയ ഭൂരിപക്ഷമുള്ള LDF കൺവീനറുടെ TP രാമകൃഷ്ണന്റെ തട്ടകമായ നൊച്ചാട് പഞ്ചായത്തിൽ ഒരു അംഗങ്ങളിൽ നിന്ന് കോൺഗ്രസിന്റെ അംഗസംഖ്യ 7ലേക്ക് എത്തി. അതായത് മുഹമ്മദ് റിയാസ് പ്രചരണത്തിന് വന്ന സ്ഥലങ്ങളെല്ലാം CPM തോറ്റ് തുന്നം പാടി എന്നതാണ് യാഥാർത്ഥ്യം. അപ്പൊ അതായത് മുഹമ്മദ് റിയാസ് പ്രചരണത്തിന് പോയില്ലായിരുന്നെങ്കിൽ തോൽവിയുടെ അടുത്ത നഗരസഭയിലേക്ക് വരുമ്പോൾ, റിയാസിന്റെ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഫറൂഖ് നഗരസഭയിൽ CPM ഭരണമില്ല. രാമനാട്ടുകര നഗരസഭയിൽ CPM ഭരണമില്ല. തൊട്ടിപ്പുറത്തേക്ക് വരുമ്പോൾ മുക്കം നഗരസഭയിൽ CPM ഭരണമില്ല. റിയാസ് പ്രചരണത്തിന് പോയ കൊയിലാണ്ടി നഗരസഭ കോൺഗ്രസ്സുകാർ പോലും സ്വപ്നത്തിൽ പോലും കാണാത്ത വിജയം. അതായത് CPM 22 സീറ്റ്, കോൺഗ്രസിന് 20 സീറ്റ്, ഭൂരിപക്ഷം CPM ലഭിച്ചിട്ടില്ല. പയ്യോളി നഗരസഭ റിയാസ് പ്രചരണത്തിന് കോൺഗ്രസ് ഭരിക്കാൻ പോകുന്നു. ഇത്തരത്തിൽ റിയാസ് പോയിടത്തല്ല അതിദയനീയമായി തോറ്റിയെന്ന് മാത്രമല്ല, റിയാസ് മാത്രമല്ല LDF കൺവീനർ TP രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പ്രചരണം നടത്തിയ സ്ഥലങ്ങളിൽ CPM തോറ്റു. അതോടൊപ്പം തന്നെ CPM മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന P മോഹനൻ മാസ്റ്റർ, നിലവിലെ സംസ്ഥാന സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ്, അയാളുടെ ഭാര്യയുടെ ആംഗള മുൻ MLA KK ലതികയുടെ സഹോദരൻ KK സുരേഷ് ഏരിയ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചായിരുന്നു മത്സരിച്ചത്. അത് പരാജയപ്പെട്ടു. അവിടെ കോൺഗ്രസ് ആദ്യമായിട്ടാണ് ജയിക്കുന്നത്. അത്തരത്തിൽ CPM ജില്ലാ പഞ്ചായത്ത്, കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഇന്ന് വരെ കോൺഗ്രസിന് ഭരണ സ്വപ്നം പോലും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തവണ കോൺഗ്രസിന്റെ ഭരണമാണ് ജില്ലാ പഞ്ചായത്ത്. അതായത് ഒഞ്ചിയം ഉൾപ്പെടുന്ന മേഖല ചൊറൂർ ഡിവിഷനിൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് എങ്ങനെ ജയിച്ചെന്ന് കോൺഗ്രസ്സുകാർക്ക് കൂടി അറിയില്ല. ഇത്തരത്തിൽ CPM മറ്റൊരു TP രാമകൃഷ്ണന്റെ എല്ലാം തട്ടകമായ മേപ്പയൂർ ഡിവിഷൻ, അരിക്കൊളം ഡിവിഷൻ, ഇവിടെയൊന്നും കോൺഗ്രസിന് ഇതുവരെ കൈപ്പത്തി ചിഹ്നത്തിൽ ആരെയും ജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെയെല്ലാം കോൺഗ്രസ് ജയിച്ചു. ചുരുക്കി പറഞ്ഞാൽ മുഹമ്മദ് റിയാസും TP രാമകൃഷ്ണനും അടക്കം പ്രചരണത്തിനെത്തിയ സ്ഥലങ്ങളിൽ അതിദയനീയമായി തോറ്റു എന്ന് മാത്രമല്ല, കോഴിക്കോട് കടപ്പുറത്ത് ഡിസംബർ മാസം 7-ാം തീയതി, അതായത് തെരഞ്ഞെടുപ്പിന് 4 ദിവസം ബാക്കി നിൽക്കെ, പരസ്യപ്രചരണം അവസാനിക്കാൻ 2 ദിവസം ബാക്കി നിൽക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന് വലിയ ഒരു റാലി നടത്തിയിരുന്നു. റാലിയിൽ ആൾക്കൂട്ടമുണ്ട്, പക്ഷെ ആ ആൾക്കൂട്ടം വോട്ട് ചെയ്തത് കോൺഗ്രസിനാണെന്നത് യാഥാർത്ഥ്യം. കാരണം CPM പേടിച്ചിട്ടാണ് ആ റാലിയിൽ ആളുകൾ പോയിട്ടുണ്ട്. അങ്ങനെയാണ് CPM പേടിച്ചിട്ട് കുടുംബശ്രീയിലെ സ്ത്രീകളെയും ADS അംഗങ്ങളെയും CDS ആശാവർക്കർമാരെയും അംഗനവാടി ടീച്ചർമാരെയും എല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ വന്ന് പോളിംഗ് സ്റ്റേഷനിലെത്തിയപ്പോൾ ബാലറ്റിൽ CPM വോട്ട് ചെയ്തിട്ടില്ല. കാരണം ആ ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ CPM അവസ്ഥ എത്ര പരിതാപകരമാവില്ലായിരുന്നു. അതാണ് റിയാസിന്റെയും TP രാമകൃഷ്ണൻ തട്ടകത്തിലുണ്ടായ തോൽവി. അത് മാത്രമല്ല, CPM സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരവും കൊല്ലവും കണ്ണൂരും പോലെ തന്നെ CPM മൃഗീയ ആധിപത്യമുള്ള ഒരു ജില്ലയാണ് കോഴിക്കോട് ജില്ല. ആ കോഴിക്കോട് ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും നഗരസഭകളിലും എല്ലാം കോൺഗ്രസ്, ഗ്രാമപഞ്ചായത്തുകളുമെല്ലാം കോൺഗ്രസിന്റെ ഒരു അതിപ്രസരമാണ് കാണാൻ കഴിയുന്നത്.
2 നിയോജക മണ്ഡലത്തിൽ കോഴിക്കോട് ജില്ലയിലെ 14 2 നിയമസഭാ മണ്ഡലത്തിൽ മാത്രമാണ് CPM അല്ലെങ്കിൽ ഇടതു മുന്നണിക്ക് മേൽക്കോയ്മയുള്ളത്. അതായത് ഒന്ന് ബാലുശ്ശേരിയും ഒന്ന് എലത്തൂരും. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇപ്പം തെരഞ്ഞെടുപ്പ് നടന്നാൽ CPM പരാജയപ്പെടുമെന്ന സ്ഥിതിവിശേഷമാണ്. എത്രത്തോളം CPMന്റെ സംഘടനാ സംവിധാനം അധപ്പതിച്ചു എന്നതിൻ്റെ ഒരു തെളിവാണ്. അത് മാത്രമല്ല, മുഹമ്മദ് റിയാസ് കോഴിക്കോട് ജില്ലയിലെ CPMനെ തന്റെ വരുതിയിലാക്കാൻ ശ്രമിക്കുന്നുവെന്ന് റിയാസിനെ എതിർക്കുന്ന ആളുകൾക്ക് വലിയ തരത്തിലുള്ള ആക്ഷേപം. അതായത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഈ പ്രതിഷേധം പ്രകടമാണ്. തീർച്ചയായും പാർട്ടിക്കുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് മുഹമ്മദ് റിയാസിന്റെ സ്ഥാനാർത്ഥി കോഴിക്കോട് മേയർ സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാണിച്ച മുസാഫിർ അഹമ്മദ് CPMന്റെ കോട്ടയിൽ പരാജയപ്പെട്ടത്. മുസാഫിർ അഹമ്മദിന്റെ പരാജയത്തിന്റെ ഒരു വൈരുദ്ധ്യം എന്താ വെച്ചാൽ, മുസാഫിറിന്റെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് റിയാസ് പ്രഖ്യാപിക്കുക. സാധാരണ CPM അങ്ങനെ മുൻകൂട്ടി പ്രഖ്യാപിക്കില്ല. ഇത്തവണ മുസാഫിർ അഹമ്മദ് മേയർ എന്ന് റിയാസ് പ്രഖ്യാപിച്ചു, തോറ്റു. ഇതിനു മുമ്പേ റിയാസ് DYFയുടെ നേതാവായ സമയത്ത് മുസാഫിറിന്റെ ബാപ്പയെ ഇതേപോലെ തന്നെ മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നു. കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ വാർഡിൽ CPMന്റെ അവിടെ അയാളും തോറ്റു, ബാപ്പയും തോറ്റു. പരമ്പര റിയാസ് പ്രചരണത്തിന് ഇറങ്ങിയ ആളുകളൊക്കെ തോൽക്കുന്ന അവസ്ഥ. നേരത്തെ മുസാഫിർ അഹമ്മദിന്റെ ബാപ്പ CP കുഞ്ഞാണ് തോറ്റെങ്കിൽ ഇത്തവണ മകൻ തോൽക്കുന്ന സാഹചര്യം. അതായത് റിയാസ് പ്രചരണത്തിന് പോയ സ്ഥലങ്ങളിലെല്ലാം CPM കോഴിക്കോട് കോർപ്പറേഷനിൽ തോറ്റ് തുന്നമ്പാടി എന്നതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോ പ്രചരണത്തിന് മുഹമ്മദ് റിയാസിനെ കേരളം ഒട്ടാകെ കൊണ്ടുവരുന്ന കോൺഗ്രസിന്റെ ആഗ്രഹം. കാരണം റിയാസ് റീലിലൂടെ മാത്രമാണ് ജീവിക്കുന്നതെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, നാഷണൽ ഹൈവേ ദേശീയപാത വികസനത്തിന്റെ പേര് പറഞ്ഞ റിയാസ് പലരും കേരളത്തിന്റെ മുഖച്ഛായ മാറ്റി. പക്ഷെ ഇതിന്റെ യഥാർത്ഥ സംവിധാനം ഇത് കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയാണെന്നും ബോംബെ മുതൽ കന്യാകുമാരി വരെ, പനവേൽ മുതൽ കന്യാകുമാരി വരെയുള്ള ദേശീയപാത ബൈപ്പാസ് നിർമ്മാണമാണെന്നും കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഇനിയെങ്കിലും റിയാസ് തിരിച്ചറിയണം. അതായത് റോഡ് മുഴുവൻ തന്റേതാണ്, പക്ഷെ റോഡിന് ഏതെങ്കിലും അപകടം സംഭവിച്ചാൽ അത് കേന്ദ്രത്തിനാണ് കുറ്റം. ഇത് ജനങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ ജനങ്ങൾ സെക്കൻഡുകൾക്കകം വാർത്ത വിരൽത്തുമ്പിലെത്തുന്ന കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. CPMന് മനസ്സിലായി. CPM പണ്ട് കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത് വീണ്ടും കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. കാരണം കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും എല്ലാം അവർക്ക് വില്ലനായി മാറുന്ന സാഹചര്യമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഇന്റർനെറ്റ് നിരോധിക്കണമെന്ന് പറയും. തീർച്ചയായും സോഷ്യൽ മീഡിയ ഇനി വേണ്ട. ചൈനയിലും മറ്റു ഉത്തര കൊറിയയിലും ഒക്കെ ഉള്ള പോലത്തെ നിയമം കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രചരണത്തിന് വന്ന കോഴിക്കോട് കോർപ്പറേഷൻ അതിദയനീയമായി തോറ്റു. കോർപ്പറേഷൻ മാത്രമല്ല, തൊട്ടപ്പുറത്തെ കുരുവട്ടൂർ പഞ്ചായത്ത് ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ ഫറൂഖ് നഗരസഭ, രാമനാട്ടുകര നഗരസഭ ഉൾപ്പെടെയുള്ള നഗരസഭകൾ CPM തോറ്റു. പഞ്ചായത്തുകൾ CPM 50 വർഷവും 60 വർഷവും ഭരിച്ചുകൊണ്ടിരുന്ന ബാലുശ്ശേരി പഞ്ചായത്ത്, നരുക്കിനി പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള താമരശ്ശേരി പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ അതിദയനീയമായി തോറ്റു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, കോർപ്പറേഷനിൽ കോൺഗ്രസ് ഒന്നുകൂടി ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ കേരളത്തിലെ CPM സംഭൂചരമായിരുന്നു. കാരണം കോൺഗ്രസിന്റെ ചെറിയ ചില പാളിച്ചകളാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ CPMന് കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ അവർക്കൊരു മുൻതൂക്കം, ഒരു കോൺഗ്രസിനേക്കാൾ 4 സീറ്റ് അധികം കിട്ടാനുള്ള കാരണം. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, CPM ജയിച്ച സ്ഥലങ്ങളിൽ കഴിഞ്ഞ തവണ 2020 CPM ജയിച്ച സ്ഥലങ്ങളിൽ അവരുടെ മേയർ സ്ഥാനാർത്ഥി മേയറായിരുന്ന ബീന ഫിലിപ്പിന്റെ വാർഡിൽ പോലും BJP ജയിച്ചു എന്ന് പറയുമ്പോൾ CPMന്റെ കോട്ടകളിലേക്ക് BJP കടന്നു കയറുമ്പോൾ അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. തിരുവനന്തപുരത്തും കോഴിക്കോടും ഉൾപ്പെടെയുള്ള CPMന്റെ കേന്ദ്രങ്ങളിലാണ് BJPക്ക് കടന്നു കയറാൻ കഴിഞ്ഞത്. അവിടെയും BJPയെ പ്രതിരോധിച്ചത് കോൺഗ്രസ് തന്നെയാണ് കോഴിക്കോടും. ഇതിന് മുഹമ്മദ് റിയാസിനെ എന്തായാലും ജില്ലാ കമ്മിറ്റിക്കകത്ത്, CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റിനകത്ത് നേരത്തെ മുഹമ്മദ് റിയാസ് പിടിമുറക്കുന്നു. മുഹമ്മദ് റിയാസ് ഒരു കിരീടം വെക്കാത്ത രാജാവായിട്ടായിരുന്നു കോഴിക്കോട് വിലസിയതെങ്കിൽ ആ റിയാസിനെതിരെ പാർട്ടിക്കകത്തുള്ള പ്രതിഷേധം ഇനി പുറത്തേക്ക് വരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം റിയാസിന്റെ ഒരു അപ്രമാദിത്വത്തിൽ റിയാസിന് കീഴടങ്ങിയ ഒരു പാർട്ടിയായിരുന്നു കോഴിക്കോട്ട് ഉണ്ടായിരുന്നത്. ഇനി അതായിരിക്കില്ല സ്ഥിതി. റിയാസിനെ എതിർക്കാൻ, റിയാസിനോട് വിരൽ ചൂണ്ടി സംസാരിക്കാനുള്ള ആളുകൾ പാർട്ടിക്കകത്ത് ഉയർന്നു വരും. കാരണം അവർക്ക് പറയാനുള്ള യോഗ്യതയുണ്ട്. കാരണം റിയാസ് പ്രചരണത്തിന് പോയ സ്ഥലങ്ങളിൽ റിയാസ് മത്സരിപ്പിച്ച ആളുകൾ, സ്ഥാനാർത്ഥികൾ, റിയാസ് ചോദിച്ച് സീറ്റ് വാങ്ങി മത്സരിപ്പിച്ച സ്ഥാനാർത്ഥികളെല്ലാം തോറ്റ് തുന്നം പാറിയ സാഹചര്യത്തിൽ ഇനി റിയാസ് പാർട്ടിക്കകത്ത് ഒറ്റപ്പെട്ടു എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും കോഴിക്കോട്ടെ തോൽവി റിയാസിന് ഉണ്ടാക്കാൻ പോകുന്ന ആഘാതം വളരെ വലുതാണെന്ന കാര്യത്തിലും തർക്കമില്ല.